ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ടു തരം ചിയ പുഡിംഗ് ആണ്. ബനാന ചിയ പുഡിങ്ങും മാംഗോ ചിയ പുഡിങ്ങും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 25 ബദാം കുറച്ച് വെള്ളം ഒഴിച്ച് രാത്രി കുതിർത്ത് വെച്ച് ഇപ്പൊ രാവിലെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബദാമിന്റെ തൊലി കളഞ്ഞെടുക്കണം. ഇത് കുതിർത്ത് വെച്ചോണ്ട് എളുപ്പത്തിൽ തൊലി കളയാൻ കിട്ടും. ബദാം എല്ലാം തൊലി കളഞ്ഞ് രണ്ടായി പിളർന്നെടുത്തിട്ടുണ്ട്. ഇതിനി അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയിൽ ഒരു ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ബദാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിക്സിയിലെ ജാറ് കഴുകിയ വെള്ളം ഒഴിക്കാം. വേറെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ടോട്ടല് 1.5 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. ബദാം അരക്കാൻ 1/4 കപ്പ് വെള്ളം, മിക്സിയിലെ ജാറ് കഴുകിയ 1/4 കപ്പ് വെള്ളം, പിന്നെ 1 കപ്പ് വെള്ളം, മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളമുണ്ട്. ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പം ഈ കട്ടിക്കില് ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ചേർക്കാം. ഇതിനി ഇളക്കി മിക്സ് ചെയ്യാം. ഈ ചിയ സീഡ്സ് നല്ല ഹെൽത്തി ആണ്. കട്ടയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉടച്ച് നല്ല വൃത്തി ഇളക്കി മിക്സ് ചെയ്യാം. ഇതിൽ omega-3 ഫാറ്റി ആസിഡ്സും പ്രോട്ടീനും ഫൈബറും ആന്റി ഓക്സിഡന്റ്സും കാൽഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജാതിക്കയും കറുവപ്പട്ടയും കൂടെ പൊടിച്ച പൊടിയാണ്. ഇത് 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് ചേർക്കാം. ഇതിന് പകരം ഏലക്കാപ്പൊടിയോ വാനില എസൻസോ ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. മധുരത്തിന് വേണ്ടി ശർക്കര ഉരുക്കിയത് ചേർക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയതുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് ചേർക്കാം. ഇളക്കി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ 2 മണിക്കൂറോ ഓവർനൈറ്റോ വെക്കാം. ചിയ സീഡ്സ് ബദാം മിൽക്കിൽ കുതിർത്ത് വെച്ചത് 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിങ്ങനെ സോക്കായി നല്ല കട്ടിയായിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നെങ്കിൽ രാത്രി വെച്ച് രാവിലെ എടുത്താൽ മതി. ഇതിലിനി നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഫ്രൂട്ട്സോ ചോക്ലേറ്റോ എന്തെങ്കിലും മിക്സ് ചെയ്ത് കഴിക്കാം. ഞാനിപ്പം ഇത് പകുതി ആക്കിയിട്ട് ഒന്നിന് മാങ്ങയും ഒന്നിന് പഴമാണ് മിക്സ് ചെയ്യുന്നത്. ഞാനിവിടെ 2 ബൗളില് 1 ബൗളിലേക്ക് ഒരു പകുതി റോബസ്റ്റ പഴം ഉടച്ചെടുത്തിട്ടുണ്ട്. വേറൊരു ബൗളില് ഒരു പകുതി മാങ്ങ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഏകദേശം 2 ടേബിൾ സ്പൂൺ വീതം ഉണ്ടാവും. ഇനി കുതിർത്ത് വെച്ച ചിയ സീഡ്സ് പകുതി രണ്ടിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഈ പഴവും മാങ്ങയൊക്കെ മിക്സ് ചെയ്യുന്നത് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ കുതിർത്ത് വെക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ മിക്സ് ചെയ്ത് കുതിർത്ത് വെക്കുകയും ചെയ്യാം. രണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വേറെ ബൗളിൽ സെർവ് ചെയ്യാം. ഞാനിവിടെ വേറെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഒന്നില് റോബസ്റ്റ പഴം മുറിച്ചത് കുറച്ചിട്ട് കൊടുക്കാം. മറ്റേതില് മാങ്ങ മുറിച്ചത് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബനാന ചിയ പുഡിങ് ഒഴിച്ചു കൊടുക്കാം. ഒന്നില് മറ്റേതില് മാംഗോ ചിയ പുഡിങ് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മേലെ വീണ്ടും പഴം മുറിച്ചതും മാങ്ങ മുറിച്ചതും ഇട്ട് കൊടുക്കാം. കുറച്ച് പിസ്ത മുറിച്ചതും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള 2 തരം ചിയ പുഡിങ് റെഡിയാണ്. ബനാന ചിയ പുഡിങ്ങും മാംഗോ ചിയ പുഡിങ്ങും. ഇതിനിപ്പം മധുരം കുറവാണ്. ഈ പഴവും മാങ്ങയും അത്യാവശ്യം നല്ല മധുരമുള്ളതാണ്. അധികം മധുരം വേണ്ടുന്നവര് അധികം ചേർത്തുണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.